പ്ലാന്റാർ ഫേസൈറ്റിസ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പ്ലാന്റാർ ഫേസൈറ്റിസ് എന്താണെന്നും അതിന്റെ ലക്ഷണങ്ങൾ, അത് വരാനുള്ള കാരണം, പിന്നെ അതിന്റെ 1-2 എക്സസൈസ് എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. ആദ്യം തന്നെ നിങ്ങൾക്ക് പ്ലാന്റാർ ഫേസൈറ്റിസ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. പ്ലാന്റാർ ഫേസൈറ്റിസ് എന്ന് പറയുന്നത് ഉപ്പൂറ്റിവേദനയുടെ ഏറ്റവും സാധാരണമായുള്ള ഒരു കാരണങ്ങളിൽ ഒന്നാണ്. പാദത്തിന്റെ അടിഭാഗത്തു കൂടി കടന്നു പോകുന്ന പ്ലാന്റാർ ഫേഷ്യ എന്ന കട്ടിയുള്ള ടിഷ്യൂവിനുണ്ടാകുന്ന നീർവീക്കം അല്ലെങ്കിൽ കേടുപാടുകളാണ് ഇതിന് കാരണം. അതായത് പ്ലാന്റാർ ഫേഷ്യ എന്ന് പറയുന്നത് നമ്മുടെ ഉപ്പൂറ്റിയുടെ എല്ലും ഫ്രണ്ടിലത്തെ വിരലുകളും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ടിഷ്യൂ ആണ്. ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ: ഉണർന്നെഴുന്നേൽക്കുമ്പോൾ വേദന, അതായത് കിടക്കിൽ നിന്ന് എഴുന്നേറ്റ് ആദ്യത്തെ ഏതാനും ചൂടുകൾ നിങ്ങൾ വെക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുമാതിരി പിന്നിട്ട് കുത്തുന്ന പോലെ അല്ലെങ്കിൽ എന്തെങ്കിലും കുത്തി കീറുന്ന പോലുള്ള വേദന അനുഭവപ്പെടും. പക്ഷേ കുറച്ചു നേരം നടന്നു കഴിയുമ്പോൾ ആ വേദന അപ്രത്യക്ഷമാകുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും. പിന്നെ ഉപ്പൂറ്റിയിൽ വീക്കം, വേദനയുള്ള ഭാഗത്ത് ചെറിയ വീക്കം കാണപ്പെടാം. പിന്നെ പടികൾ കയറുമ്പോഴുള്ള വേദന, അതായത് പടികൾ കയറുമ്പോൾ ദീർഘനേരം നിൽക്കുമ്പോഴോ നിങ്ങൾക്ക് വേദന അനുഭവപ്പെടാം. ഇത് വരാനുള്ള പ്രധാന കാരണങ്ങൾ: അമിതഭാരം, ദീർഘനേരം നിൽക്കുന്നത്, അതായത് ഒത്തിരി നേരം നിൽക്കുന്ന ജോലി, നമ്മൾ ഈ ജ്വല്ലറിയിലും അല്ലെങ്കിൽ ഇങ്ങനെ ടെക്സ്റ്റൈൽസിലൊക്കെ നമ്മൾ നിൽക്കില്ലേ, അധികം നേരം നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഇങ്ങനെ വേദനകൾക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. പിന്നെ തെറ്റായ പാദരക്ഷകൾ, അതായത് ഒത്തിരി ഹീൽ കൂടിയ ചെരുപ്പുകൾ, ഒത്തിരി കട്ടി കൂടിയ ചെരുപ്പുകൾ, ഇതൊക്കെ ഇടുന്നത് ഇതിന് കാരണമാകുന്നു. ഇതിന് പറ്റിയ 1-2 വ്യായാമങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെയാണ് പ്ലാന്റാർ ഫേഷ്യ സ്ട്രെച്ച്. ഇരിക്കുമ്പോൾ കാൽ വിരലുകൾ കൊണ്ട്, അതായത് കൈ കൊണ്ട് ശരീരത്തിന്റെ ഭാഗത്തേക്ക് പതുക്കെ വലിക്കുക. ഇതൊരു 15-20 സെക്കൻഡ് പിടിച്ചു നിർത്താൻ ശ്രമിക്കുക. അതാണ് ഒന്നാമത്തെ എക്സസൈസ്. രണ്ടാമത്തെ നമുക്ക് ഒരു ബോട്ടിലോ അല്ലെങ്കിൽ ഒരു സ്മൈലി ബോളോ ആവശ്യമുണ്ട്. ഇതെങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞുതരാം. ഒരു ടെന്നീസ് ബോളോ അല്ലെങ്കിൽ തണുത്ത വെള്ളം നിറച്ചൊരു കുപ്പിയോ എടുത്തിട്ട് പാദത്തിനടിയിൽ വെച്ച് പതുക്കെ ഉരുട്ടുക. ഇത് നിങ്ങൾക്കൊരു 10-15 മിനിറ്റ് ചെയ്യാവുന്നതാണ്. ഇതാണ് 2 എക്സസൈസ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ വീടിനുള്ളിൽ നടക്കുകയാണെങ്കിലും വെറും കാലിൽ നടക്കാതെ പാദരക്ഷകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക, അതായത് മൃദുവായിട്ടുള്ള പാദരക്ഷകൾ. ഇതൊക്കെ ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ നിങ്ങൾക്ക് ആ വേദനയും അല്ലെങ്കിൽ പ്ലാന്റാർ ഫേഷ്യ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും.